ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കണതാണ്. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ എല്ലാ പടവും ഞങ്ങൾക്ക് ഫെസ്റ്റിവലാണ്. അപ്പോൾ ആഘോഷത്തിൻ്റെ ഒരു മൂഡിലാണ്. നമ്മുടെ ഉത്സവമാണ്. നമ്മളിത് ഒരു ഫാൻ ഷോ അങ്ങനെയല്ല, നമുക്ക് ഉത്സവമാണ്. നമ്മൾ ഉത്സവത്തൊക്കെ പോണ പോലെയാണ് നമുക്ക് ഈ ഒരു അന്തരീക്ഷം ഇപ്പോൾ ഉള്ളത്. ശരിക്കും ഒരു തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ തൃപ്പൂണിത്തരക്കാരനാണ്, തൃപ്പൂണിത്തറ അമ്പലത്തിലെ ഉത്സവം പോലെ, നടപ്പുരം മേളം പോലെ എനിക്ക് ഈ വാലിബനെ കാണുന്നത് ദൈവത്തിനെ കാണുന്നതിന് തുല്യമാണ്. പ്രതിഭയും പ്രതിഭാസവും ഒത്തുചേർന്ന ഒരു മൊമെൻ്റാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളെല്ലാവരും, ഇപ്പോൾ ഫാൻസ് മാത്രമല്ല, സാധാരണ ലോക്കൽ പ്രേക്ഷകരാണെങ്കിൽ പോലും, സാധാരണക്കാരായ എല്ലാ പ്രേക്ഷകരാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ്. എൽ ഫാക്ടർ നമുക്ക് ലിജോസഫ് പല്ലിശ്ശേരി എന്നറിയാം. കഴിഞ്ഞ ലാസ്റ്റ് 10 ദിവസം കൊണ്ട് 10 പടം പറഞ്ഞാൽ 10 രീതിക്കുള്ള പടമാണ്. 10 വിസ്മയമാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് മലയാള സിനിമയുടെ വിസ്മയമാണ്. 2000 ജനുവരി 26 ഈ കവിത തിയേറ്ററിൽ, 2000 ജനുവരി 26 അന്ന് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കണേ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ ഈ തിയേറ്ററിൽ വന്നു. ജനുവരി 26, അപ്പോൾ നാളെ ജനുവരി 25, ഒരു ദിവസത്തെ വ്യത്യാസമുള്ളൂ. അന്ന് വരുമ്പോൾ അന്ന് നരസിംഹ റിലീസാവണേ. അന്ന് ഇതുപോലെ ഓൺലൈൻ ബുക്കിങ്ങോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ക്യൂ നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കണം. അന്ന് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ കാല് വെക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയാണ്. അന്ന് എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ വരുമ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കണ ഒരു ചെറിയ പയ്യനായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അന്ന് ഞാൻ ഈ തിയേറ്ററിൻ്റെ ഇവിടെ വരുമ്പോൾ അന്ന് ഇങ്ങനെ ഇവിടെയൊക്കെ ഈ മോഹൻലാൽ സാറിൻ്റെ പോസ്റ്റർ, നരസിംഹത്തിൻ്റെ പോസ്റ്റർ വെച്ചിട്ടുണ്ട്. അന്ന് ഇങ്ങനെ ഇടിക്കണ ഒരു കയ്യിലൊരു സാധനം വെച്ചിട്ട് ഇടിക്കണ ഒരു സംഭവം, ഒരു പോസ്റ്റർ. അപ്പോൾ ഞാൻ ആ പോസ്റ്ററിൽ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. അങ്ങനെ ഞാൻ ഈ ക്രൗഡ് ഞാനിങ്ങനെ ആലോചിച്ചു, ഈ മനുഷ്യനെ ഇത്രത്തോളം ജനങ്ങൾ എന്താണ് ഇങ്ങനെ വന്ന് നോക്കണം. അന്ന് എൻ്റെ ചെറുപ്പത്തിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് ആ ഒരു ചിന്തയുണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ മോഹൻലാൽ സാറിൻ്റെ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും നരസിംഹം എൻ്റെ മൈൻഡിൽ മറക്കാൻ പറ്റില്ല. കാരണം അന്ന് ഇവിടെ നിന്ന് ഷീറ്റ് പൊളിച്ചിട്ട് ബോധം കെട്ട ആൾക്കാരെ എടുത്തുകൊണ്ട് പോയൊരു ചരിത്രമുണ്ട് അന്ന്. അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിരിക്കണ ഒരു ബാല്യമാണ്. അവിടെ നിന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ഈ കവിത തിയേറ്ററിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കവിത തിയേറ്ററിൽ പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ തിയേറ്ററിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പടം കണ്ട് ജയ് വിളിച്ച്, ആർപ്പ് വിളിച്ച്, ഡാൻസ് കളിച്ച് ആഘോഷമാക്കിയ ഒരു നിമിഷം. അതുപോലെ ഞാൻ വേറൊരു തരത്തിൽ ആഘോഷമാക്കിയിട്ടില്ല. എന്നെ അറിയുന്നവർക്കും അറിയാം ഞാനൊരു മോഹൻലാൽ ഭക്തനാണെന്നുള്ള കാര്യം. ട്രെയിലർ അടിപൊളിയാണ്, സംഭവം പക്ക. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. ട്രെയിലർ അല്ല എന്ന് പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പടത്തിൻ്റെ ട്രെയിലറിൽ കാണിക്കണ സംഭവമില്ല, കാണിച്ചേക്കണം എന്നുള്ള ഇതിൽ അതിൻ്റെ അകത്ത് ഇതല്ല സംഭവം എന്നുള്ള രീതിയിൽ പോലും. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ലിജോ ലാലേട്ടനാണ്, രണ്ട് തലത്തിലാണ്. ലിജോയുടെ പടങ്ങളൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒപ്പത്തിന് മുമ്പ് നമുക്ക് ഒരു തെലുങ്കിൽ ഒരു സിനിമ ഉണ്ടായിരുന്നു, നമുക്ക് ജനതാ ഗാരേജ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ജയിലർ വന്നായിരുന്നു. അതിനുശേഷം നേര് വന്നു. നേര് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ 100 കോടി രൂപ കളക്ട് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ വാലുവം വരുന്നു. ആ പുലിമുരുകൻ വരുന്ന സെയിം സിറ്റുവേഷനിൽ തന്നെയാണ് ഇപ്പോൾ വാലുവം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ ഭയങ്കരമായിട്ട് പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് നരസിംഹത്തിൽ പറയില്ല, നിങ്ങളെയും ഗുരുവായൂരപ്പൻ എന്തിനാണ് മാഷേ ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതിയില്ലേ, നെഞ്ചി തറഞ്ഞു കയറുന്ന പോലെയാണ് ഈ രൂപം. അപ്പോൾ ഈ രൂപം എങ്ങനെ കണ്ടാലും എനിക്ക് മതിയാവില്ല, ഏത് കഥാപാത്രം വന്നാലും എനിക്ക് മതിയാവില്ല. അങ്ങനെ കാണാം. അപ്പോൾ വാലിബനെ കാണണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് മണിക്കൂറുകൾ മാത്രം നിൽക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ പഴയ കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രകടനങ്ങളിങ്ങനെ മൈൻഡിലേക്ക് തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലെന്താണ് അദ്ദേഹം ഒളിപ്പിച്ച് വെച്ചേക്കണേ എന്നുള്ളത് കാണാനുള്ള ഒരാകാംക്ഷ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ വലിയ ഒരു ഹൈപ്പിലും കാര്യങ്ങളിലും അല്ല, ഇതിൽ എന്തോ ഒരു മാജിക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ മാജിക് കാണാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എന്നെപ്പോലെ കോടിക്കണക്കിന് ആരാധകരും വെയിറ്റ് ചെയ്യുന്നു. ലാൽ സാറിൻ്റെ പടം കാണാനായിട്ട് ചെറുപ്പക്കാർ മാത്രമല്ലല്ലോ വരുന്നത്, ഫാമിലി വരുന്നില്ലേ, പ്രായമായ അമ്മമാർ വരുന്നില്ലേ, കൊച്ചു കുട്ടികൾ വരുന്നില്ലേ, അച്ഛന്മാർ വരുന്നില്ലേ, ചേട്ടന്മാർ വരുന്നില്ലേ, എല്ലാ തരത്തിലുള്ള ആളുകൾ വരുന്നില്ലേ, എല്ലാ മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ വരുന്നില്ലേ. അപ്പോൾ കുലുങ്ങൂന്ന് പറയേണ്ട കാര്യമുണ്ടോ? കുലുങ്ങിയിരിക്കും. ലാലേട്ടൻ്റെ റെക്കോർഡുകൾ ലാലേട്ടൻ തന്നെ തിരുത്തി കുറിച്ചിട്ടുള്ളൂ, വേറെ ഒരു പടത്തിനും നടന്നിട്ടില്ല. ഇന്ന് മലയാള സിനിമയിൽ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മലയാള സിനിമ ബോക്സ് ഓഫീസ് എവിടെ എത്തും, എന്തെത്തിക്കും എന്നുള്ളത് പുള്ളിക്കറിയാം. ഫുൾ ക്രൂ എല്ലാവരും നല്ല രീതിയിൽ പടത്തിനെ കുറിച്ച് നല്ല പ്രതീക്ഷയിൽ തന്നെ നിൽക്കുന്നത്. ഞങ്ങളും ആ പ്രതീക്ഷയുടെ ഒപ്പം തന്നെ ഉണ്ട്. പുള്ളി LJP ആയിട്ട് ചേർന്നപ്പോൾ തന്നെ പഴയ ഒരു രീതിയൊക്കെ മാറി വേറൊരു സ്റ്റൈലിൽ അല്ലെങ്കിൽ സംസാരത്തിലാണെങ്കിലും എല്ലാത്തിലും ഒരു മാറ്റം വന്നു. നമ്മളും ആ രീതിയിലുള്ള പോസിറ്റീവിൽ തന്നെയാണ് പടത്തിനെ ആണെങ്കിലും പുള്ളിയുടെ ഒരു അപ്രോച്ച് ആണെങ്കിലും എല്ലാം കാണുന്നത്. എല്ലാ ഷോകൾ നല്ല രീതിയിൽ ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്. ഔട്ട് ഓഫ് കേരളം ആണെങ്കിൽ പോലും പലതും റെക്കോർഡാണ്. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു പേര് മാത്രമാണ് ഇവിടെ സംസാരം. ഇവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. ഇവിടെ അദ്ദേഹത്തിനെ കാണാൻ വന്നവരുടെ മൈൻഡിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ആ ഒരു മൈൻഡിലാണ് എല്ലാവരും വന്നത്. അദ്ദേഹത്തിന് ഒരു പ്രതിഷ്ഠയുണ്ട് മലയാളികളുടെ മനസ്സിൽ. ആ പ്രതിഷ്ഠയിൽ അദ്ദേഹം ഇങ്ങനെ വിരാജിച്ച് നിൽക്കണേ. ഇപ്പോൾ ഈ നിൽക്കണ പോലെ, വാലിബ് നിൽക്കണ പോലെ. അതിന് ഇനിയും
ഇനിയും എത്ര പടങ്ങൾ അദ്ദേഹം ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്തിരിക്കും. ഇവിടെ ചരിത്രങ്ങൾ സൃഷ്ടിച്ചിരിക്കും. ചരിത്രങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഇൻട്രോ മാത്രമല്ല, ഇൻട്രോ എന്ന് പറഞ്ഞാൽ ലാലേട്ടനെ കാണിക്കുന്നു എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. അതിനുശേഷം പുള്ളി ത്രൂ ഔട്ട് എനിക്ക് തോന്നുന്നു ആദ്യത്തെ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ പുള്ളി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ ഭയങ്കര രീതിയിൽ എന്താ പറയുക, എക്സൈറ്റ്മെന്റ് കൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. ലാലേട്ടൻ്റെ എല്ലാ പടത്തിനും ഇൻട്രോയിനും നമുക്ക് തിയേറ്റർ കൂളിങ്ങാറുണ്ട്. അത് പുറത്ത് നിന്ന് കാണുന്നവർക്ക് അത് മനസ്സിലാവും. അത് അടുത്ത ഷോ, ഫാൻ ഷോ കഴിഞ്ഞ് വരുന്ന ഷോവിന് പുറത്ത് നിൽക്കുന്നവർക്ക് അറിയാം. അപ്പോൾ ഈ ഷോ കഴിയുമ്പോൾ തിയേറ്റർ അങ്ങനെയാണെങ്കിൽ തിയേറ്റർ നാളെ ഫാൻ ഷോ കഴിയുമ്പോൾ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. കുലുക്കുന്ന ഉറപ്പാണ്. കുലുക്കാൻ ഞങ്ങൾ റെഡിയാണ്. കുലുങ്ങാൻ കാണാൻ നിങ്ങൾ നോക്കിയാൽ മതി. നീ കണ്ടതെല്ലാം പോയി കാണാൻ പോകുന്നത് നിജമായിരിക്കും. നമ്മൾ കാണാൻ പോകണമായിരിക്കും സത്യം, കണ്ടതായിരിക്കില്ല സത്യം, കാണാൻ പോകണമായിരിക്കും സത്യം.